നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ ഇന്നലെയാണ് ഏറ്റവും വലിയൊരു ഫോൾ ഉണ്ടായതും. ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. എന്നാൽ ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം US മാർക്കറ്റുകൾ ഇന്നലെ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. AI റിലേറ്റഡ് ആയ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആഘാതമുണ്ടാക്കിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സൈൻ ചെയ്ത സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്കുള്ള പുതിയ താരിഫ് തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലെ അവിടുത്തെ സ്റ്റീൽ സെക്ടർ നേട്ടമുണ്ടാക്കി. ഇനി US ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ ചൊവ്വാഴ്ചത്തെ സ്പീച്ചിനായിട്ടാണ്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്നലെ പോസിറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും യൂറോപ്പിലെ സ്റ്റീൽ മേക്കർമാർ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സ്വർണം തന്നെയാണ്. ഗോൾഡ് പ്രൈസ് റെക്കോർഡ് റാലി തുടരുന്നു. ഇന്നലെ സ്പോട്ട് ഗോൾഡ് $2,900 എന്ന പ്രധാനപ്പെട്ട ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില പവന് 63,840 രൂപയാണ്. സ്വർണത്തിനൊപ്പം ഇന്നലെ നേട്ടമുണ്ടാക്കിയ സെഗ്മെന്റ് ഓയിൽ പ്രൈസുകളായിരുന്നു. ക്രൂഡ് ഓയിൽ ഇന്നലെ 1.5% മുകളിൽ ഉയർന്നു. ഏതായാലും US പ്രസിഡന്റിന്റെ പുതിയ താരിഫ് തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിൽ നിർണായകമാവുക. ഈ താരിഫ് ഇന്ത്യൻ സ്റ്റീൽ, അലുമിനിയം വ്യവസായത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആരെങ്കിലും നമ്മുടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റുഡൻസിന് 50% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇനി ആർക്കെങ്കിലും കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റ് ഇടിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ടായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം കയറ്റുമതിയിൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ വിപണി ഇന്നലെ ഇടിവിലേക്ക് പോയത്. എല്ലാ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്കും 25% താരിഫ് നൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലെ ഇന്ത്യൻ വിപണി ഇടിയാനുണ്ടായ ഒരു കാരണം ഏകദേശം $1 ബില്യൺ ഇന്ത്യൻ കയറ്റുമതിയെ ഇത് ബാധിച്ചേക്കാം എന്ന കാരണം കൊണ്ട് തന്നെയാണ്. 2 സെക്ടറുകളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഒന്ന് സ്റ്റീലാണ്. ഇന്ത്യൻ സ്റ്റീൽ കയറ്റുമതിയുടെ 5% മാത്രമാണ് US പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആഘാതം ചെറുതായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. എന്നാൽ ഇന്ത്യയുടെ അലുമിനിയം കയറ്റുമതി നോക്കുകയാണെങ്കിൽ 12% US നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ അലുമിനിയം കയറ്റുമതിയെ ഇത് ബാധിച്ചേക്കാം എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ഇനി മുൻകാലത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 2018 ട്രംപ് സമാനമായ ഒരു താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ അലുമിനിയം കയറ്റുമതിയെ അത് കാര്യമായി ബാധിച്ചില്ല എന്നത് പ്രസക്തമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ സ്റ്റീൽ ഇറക്കുമതി 4% കുറഞ്ഞിട്ടുണ്ട്. US നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്റ്റീൽ ഇറക്കുമതിയിൽ വലിയ കുറവാണ് വന്നിരിക്കുന്നത്. 25% കുറഞ്ഞു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. താരിഫ് കുറയ്ക്കുന്നത് ചർച്ചയായേക്കും. US ഇന്ത്യ കൂടുതൽ താരിഫ് ഇളവുകൾ നൽകാനും സാധ്യതകളുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് സ്റ്റീൽ കമ്പനികൾ ഇപ്പോൾ ഫോക്കസിലുണ്ട്. പ്രത്യേകിച്ച് ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങിയ കമ്പനികൾ ഫോക്കസിലുണ്ട്. കൂടാതെ അലുമിനിയം സെഗ്മെന്റിലുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, നാൽക്കോ, വേദാന്ത തുടങ്ങിയ കമ്പനികൾ കൂടി ഫോക്കസിലുണ്ടായിരിക്കും. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ബാറ്റ ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 1.2% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 58.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 918.8 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് അശോക ബിൽഡ്കോൺ ആണ്. ഒരു മാസീവ് ആയിട്ടുള്ള ഒരു വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 580% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തി. 655 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് പുറത്തു വന്നത്. എന്നാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 10% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 2388 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഐഷർ മോട്ടോഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 18% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1171 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 19% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 4973.12 കോടി രൂപയിലാണ് ഉള്ളത്. അടുത്തത് അവന്തി ഫീഡ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 87% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 135 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്.
റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ഇയർ ഓൺ ഇയറിൽ 9% വർധനവ് രേഖപ്പെടുത്തി 1366 കോടി രൂപയിലാണുള്ളത്. അടുത്തത് MTAR ടെക്നോളജീസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 53% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 47% വർധനവും രേഖപ്പെടുത്തി 174.46 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി നൈക്ക. നെറ്റ് പ്രോഫിറ്റിൽ 51% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 26 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും നല്ല വർധനവ് തന്നെയാണ്. 27% വർധനവ് രേഖപ്പെടുത്തി 2267 കോടി രൂപയിൽ റവന്യൂ ഉണ്ട്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ്. കമ്പനി അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ ആദിത്യ ബിർള ക്യാപിറ്റൽ ഡിജിറ്റൽ ലിമിറ്റഡിൽ 100 കോടി രൂപ നിക്ഷേപിച്ചു. അടുത്തത് ചാലറ്റ് ഹോട്ടൽസ് എന്ന കമ്പനി. മാൻകൈൻഡ് ഫാർമ ലിമിറ്റഡിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള മഹാനന്ദ സ്പാ ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിന് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് RVNL ആണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 355 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെയും ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളുടെ പേരെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. അപ്പോൾ കഴിയുന്നവർ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ ആ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്നത് ലൂപ്പിൻ, വോഡാഫോൺ ഐഡിയ, ആസ്ട്രാസിനിക്ക ഫാർമ, ബർജർ പെയിൻസ്, ബജാജ് ഹെൽത്ത് കെയർ, ഇർക്കോൺ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ശ്രീ രേണുക ഷുഗേഴ്സ്, കീസ്റ്റോൺ റിയാലിറ്റീസ്, സെയിൽ, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ബേസിക് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്കാണ്. ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട്. ആ ബേസിക്കുകൾ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊരു സ്ട്രൈക്ക് എടുക്കുമ്പോൾ ഏത് സ്ട്രൈക്കാണ് എടുക്കേണ്ടത്? ITM ആണോ, OTM ആണോ, ATM ആണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒത്തിരിയേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ്. സ്റ്റുഡൻസിന് ഈ ഓപ്ഷൻ ബേസിക് കോഴ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് തൊട്ടുമുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 2464 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIs ആവട്ടെ 1516 കോടി രൂപയ്ക്ക് മാത്രമാണ് ബൈ ചെയ്തത്. FISന്റെ സെല്ലിംഗ് വീണ്ടും തുടരുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയവയുടെ ഇമ്പോർട്ടുകൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുകയും ഇന്നലെ ആ കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ഇന്ന് ജപ്പാൻ മാർക്കറ്റിൽ ഒരു ഹോളിഡേ ആണ്. ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. സിംഗപ്പൂർ മാർക്കറ്റ് 0.20% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.70% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.63% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,471 എന്ന നിലയിലാണ്. 41 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 15 മുതൽ 20 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. കഴിഞ്ഞ ആഴ്ച ഒരു ഇടിവിലാണ് ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം ഇമ്പോർട്ടുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിയതോടെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റും WTIയും ഇന്നലെ 1.5% മുകളിൽ ഉയർന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.97 പെർ ബാരൽ എന്ന നിലയിൽ 0.11% ഇടിവിലാണ്. WTI ഉള്ളത് $72.38 പെർ ബാരൽ എന്ന നിലയിൽ 0.03% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായൊരു സൂചന നൽകിയിരുന്നു. നിഫ്റ്റിയിലെ ബിയറിഷ് വോളിയത്തിൽ നല്ല വർധനവുണ്ടായിട്ടുണ്ട്. അത് ആവറേജ് ബിയറിഷ് വോളിയത്തേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ നിഫ്റ്റിയിൽ വലിയ ഫോള് തന്നെയാണ് ഇന്നലെ കണ്ടത്. 23,381 178 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 23,316 എന്ന ലോ ടച്ച് ചെയ്തെങ്കിലും അവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് നിഫ്റ്റിക്ക് ലഭിച്ച് ഒടുവിൽ 23,381 ക്ലോസ് ചെയ്യുകയായിരുന്നു. ഇന്നലെ സെല്ലിംഗ് പ്രഷർ കാരണം നിഫ്റ്റി 20-ഡേ EMIക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. 20-ഡേ EMI ഉള്ളത് 23,435 ലെവലിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ കൃത്യമായി റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചിറങ്ങിയത്. കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആവറേജ് ബിയറിഷ് വോളിയത്തിൽ ഒരു വർധനമാണ് കണ്ടുവന്നത്. എന്നാൽ ഇന്നലെ തിങ്കളാഴ്ച ആ വർധനവിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്.
ഇന്നലെ നിഫ്റ്റി പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. 23,360 മുതൽ 23,205 വരെയുള്ള ആ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറുന്നത്. ഡൗൺ സൈഡിൽ ഈ ഒരു സോണും കൂടാതെ 23,250 എന്ന ആ ഒരു ലെവലും, അപ്സൈഡിൽ 20-ഡേ EMAയും ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,800 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായി 23,350 സ്ട്രൈക്കിൽ 128% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 886% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 23,300 സ്ട്രൈക്കിൽ 54% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. എന്നാൽ 101% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. 23,400 സ്ട്രൈക്കിൽ വെറും 83% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 480% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,981-ൽ 178 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുമായി ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലുള്ളത് ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ്. നിഫ്റ്റിയിലെ ആ ഒരു റെസിസ്റ്റന്റ് ലൈൻ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങിയ ആ ദിവസം ബുധനാഴ്ചയായിരുന്നു. ബുധനാഴ്ച മുതൽ ഇന്നലെ വരെ ഏകദേശം നിഫ്റ്റി 1.5% ഇടിഞ്ഞത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത് 0.7%. ഈ ഒരു വ്യത്യാസം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിഫ്റ്റി കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വലിയ ഫോളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാൻഡിൽസ് എല്ലാം നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് തന്നെയായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടേത് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ഡോജി ക്യാൻഡിൽസ് ആണ്, ഇൻഡിസിഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നതും. ഏതായാലും നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു കൃത്യമായിട്ടുള്ള റിവേഴ്സൽ തരികയാണെങ്കിൽ അത് നിഫ്റ്റിക്കും വളരെയേറെ ഗുണം ചെയ്യും. അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.44-ൽ 5.55% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.